നമസ്കാരം. ഞാൻ ഡോക്ടർ ബോബി ചാക്കോ. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് മലയാളത്തിൽ 1,50,000-ലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ, യുവജനങ്ങൾക്കിടയിൽ വളരെയധികം വായിക്കപ്പെട്ട നിപ്ന വിജയിൻ്റെ നോവൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് അധ്യായം 1. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികൾ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ തിരിച്ചറിവിലേക്ക് എത്താൻ തനിക്ക് ചുറ്റും സംഭവിച്ചതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം. അതൊരിക്കലും വിഡ്ഢിയായ ഒരാൾക്ക് സാധ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ഇതെൻ്റെ നിസ്സഹായതയോ ഭീരുത്വമോ ആയി തോന്നിയേക്കാം. പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ട്. ഈ തീരുമാനം എനിക്ക് എന്നിലുള്ള അവസാന പ്രതീക്ഷയാണ്. ജീവിതത്തിൽ ഒരിക്കലും അവനവനായി ജീവിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കേണ്ടിയിരിക്കുന്നു. സ്വയം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, അത്രമാത്രം. അതിഥി 28/11/2017. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16528 കണ്ണൂരിൽ നിന്നും യശ്വന്ത്പൂർ വരെ പോകുന്ന കണ്ണൂർ യശ്വന്ത്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ് അല്പസമയത്തിനകം 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും അറ്റത്തിട്ട തുരുമ്പിച്ച ബെഞ്ചിനു മുകളിൽ തൻ്റെ ട്രാവലർ ബാഗും സ്യൂട്ട് കേസും കയറ്റിവെച്ച് ഒരറ്റത്ത് കുനിഞ്ഞിരുന്ന് ഫേസ്ബുക്കിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്ന അതിഥി അനൗൺസ്മെൻറ്റ് കേട്ടതും ഫോൺ സൈഡ് ബാഗിലിട്ട് എഴുന്നേറ്റ് നാട്ടുകാരുടെ കല്യാണ ഫോട്ടോയും മീശപ്പുലിമലയിലെ മഞ്ഞു പെയ്യുന്ന വീഡിയോയും പൊളിറ്റിക്കൽ അടിപിടിയും ചിക്കൻ നിർത്തിപ്പൊരിച്ച റെസിപ്പിയുമൊന്നും അറിയാനും കാണാനും താല്പര്യമില്ലെങ്കിലും ആളുകളുമായുള്ള സമ്പർക്കവും സംസാരവും ചിലപ്പോഴൊക്കെയുള്ള ഒറ്റപ്പെടലും ഒഴിവാക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പമായ മാർഗമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ കണ്ണൂരുള്ളവരെല്ലാം ബാംഗ്ലൂരിലേക്ക് കുടിയേറിക്കഴിഞ്ഞെന്ന് തോന്നിപ്പിക്കും വിധം തിരക്കാണ് സ്റ്റേഷനിൽ. 7:30-ക്കുള്ള ട്രെയിൻ പിടിക്കാൻ 6 മണിക്ക് സ്റ്റേഷനിലെത്തിയതുകൊണ്ടും AC കമ്പാർട്ട്മെൻറ്റ് ഏറ്റവും അറ്റത്തായതുകൊണ്ടും ഇത്രയും നേരം ഇരിക്കാൻ ബെഞ്ച് കിട്ടി. സ്റ്റേഷനിൽ ആൾക്കാർക്ക് കാലുകുത്താൻ സ്ഥലമില്ലാത്തപ്പോഴും ബെഞ്ചിൽ 4-5 ബാഗ് കയറ്റി ചുറ്റുമുള്ള ഒന്നും കണ്ടില്ലെന്ന് നടിച്ചിരിക്കുന്ന അവനവനോട് മാത്രം അനുകമ്പയുള്ള യാത്രക്കാരെക്കുറിച്ച് നീയൊരു റിപ്പോർട്ട് എഴുതണമെന്ന് പണ്ട് ജേർണലിസം പഠനകാലത്ത് കോളേജിലേക്കുള്ള ട്രെയിൻ കാത്തു നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു. അന്ന് വലിയ കാര്യത്തിൽ അതിനൊക്കെ തലയാട്ടി എങ്കിലും ഇപ്പോഴിതാ അച്ഛൻ കണ്ണിലെ ആ യാത്രക്കാരിൽ ഒരാളായി താനും മാറിയതോർത്ത് അവൾക്ക് വിഷമം തോന്നി. പക്ഷേ സാരമില്ല, അച്ഛൻ ഇതൊന്നും അറിയില്ലല്ലോ. അല്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലല്ലാതെ ജീവിതത്തിൽ നല്ല കുട്ടികളാവാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരാണ് നമ്മിൽ പലരും. ദൂരെ നിന്നും ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ അവൾ ട്രാവലർ ബാഗ് തോളിലിട്ട് ചെറുതായി തേഞ്ഞു തുടങ്ങിയ നീല സ്യൂട്ട് കേസിൻ്റെ ചക്രങ്ങൾ നിലത്തുരച്ച് മുന്നോട്ട് നടന്നു. കയറേണ്ട ബോഗിയും സീറ്റ് നമ്പറുമെല്ലാം ഓർമ്മയിലുണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കാനായി അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ടിക്കറ്റ് പരിശോധിച്ചു. PNR 844723-036, ട്രെയിൻ 16528, അതിഥി ശ്രീനിവാസൻ, S3, 9, ഏജ് 22. പ്ലാറ്റ്ഫോമിന് മുന്നിലെ ബോർഡിൽ കോച്ച് പൊസിഷൻ 18 എന്നെഴുതിയാലും ട്രെയിൻ കൃത്യമായി അവിടെ വന്ന് നിൽക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ട് അവൾ ബാഗും വലിച്ച് അല്പം മുമ്പോട്ട് നടന്നു. യാത്ര പോകുമ്പോൾ ജീൻസും ടീഷർട്ടും തന്നെയാണ് അവൾ സ്ഥിരമായി ഇടാറുള്ളത്. സത്യത്തിൽ അതിനേക്കാൾ കംഫർട്ടായ എന്തെങ്കിലും വസ്ത്രം സ്ത്രീകൾക്ക് വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഫ്ലൈറ്റിലെയും ട്രെയിനിലെയും AC റിസർവ് ചെയ്ത സീറ്റുകളിൽ ആരും വന്നിരിക്കില്ല എന്നറിയാമെങ്കിലും കയറാൻ നേരം മലയാളികൾക്ക് എന്തോ ഒരു വ്യഗ്രതയാണ്. പതിയെ കയറാമെന്നൊക്കെ എത്ര മനസ്സിൽ കരുതിയാലും ആദ്യം വണ്ടിക്കുള്ളിൽ കയറിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. ലോവർ ബർത്ത് ആയതുകൊണ്ട് താഴെ അഴിച്ചിട്ട ചെരുപ്പ് കാണാതാകുമോ എന്ന പേടി വേണ്ട. അതുപോലെ
ഏന്തി വലിഞ്ഞ് മുകളിൽ കയറേണ്ട എന്നതും ഒരു അനുഗ്രഹമാണ്. പക്ഷേ രാവിലെ മേലെയുള്ള ബർത്തിലെ ആൾ എണീക്കാതെ നടുനിവർത്തിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരേ ഒരു പ്രശ്നം. ബാഗുകൾ സീറ്റിനടിയിൽ വെച്ച് അതിഥി ഫോണും ഹെഡ്സെറ്റും വായിച്ചു തീരാറായ അഷിതയുടെ ബുക്കും കയ്യിലെടുത്തു. പാതി അടഞ്ഞുകിടന്ന വിൻഡോ തുറന്ന് സീറ്റിൽ ഇരുന്നു. ട്രെയിൻ പതിയെ സ്റ്റേഷൻ വിട്ടപ്പോൾ അവൾക്ക് അച്ഛനെ ഓർമ്മ വന്നു. ഡിഗ്രിക്കാലം മുതൽ എപ്പോഴും കോളേജിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ രാവിലെ അച്ഛൻ കൂടെ വരും. ട്രെയിൻ എടുക്കാൻ നേരം പോക്കറ്റിൽ നിന്നും ചുരുട്ടിയ 100 രൂപ നോട്ടുകൾ കയ്യിൽ വെച്ച് കണ്ണിൽ നിന്ന് അകലുന്നതുവരെ കൈവീശുന്ന അച്ഛനെ കാണുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. അവരറിയാതെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് കണ്ണു നിറയും. ജോലിക്ക് വേണ്ടി ആയതുകൊണ്ടാകും ഇന്നിപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ ആരും വന്നില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ശീലമായതുകൊണ്ടാകാം മറ്റു നഗരങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ തന്നിട്ടുള്ള പതിവ് ഉപദേശങ്ങളോടൊപ്പം ഭക്ഷണവും വെള്ളവും പാക്ക് ചെയ്ത് വീട്ടുകാർ